എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുറേ വ്യൂവേഴ്സിൻ്റെ ആവശ്യാർത്ഥം ഞാൻ ഇന്നൊരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓനിയൻ ചിക്കൻ റോസ്റ്റ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പി കൂടിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയണത്. 1 കിലോ ചിക്കനിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന്, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. ഈ നാരങ്ങ നീര് ചിക്കനിലൊഴിക്കുമ്പോൾ ചിക്കൻ നന്നായി ഒന്ന് സോഫ്റ്റ് ആവും. ഉപ്പൊക്കെ ഇടുന്ന കാരണം ഉപ്പ് അതിലേക്ക് നന്നായി പിടിക്കുകയും ചെയ്യും. ഒരു 5 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നല്ലോണം ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തേക്ക് കിടക്കാം. 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ചിക്കൻ വയ്ക്കാൻ ആവശ്യമുള്ളൂ. ഒന്ന് ചുമന്ന മുളക്. ചുമന്ന മുളക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ചില മുളക് എരിവുണ്ടാവും, ചിലത് എരിവുണ്ടാവില്ല. അപ്പോൾ അവനാൻ്റെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയും സവാളയും കൂടിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി കൂടുതൽ എടുക്കുക. സവാള ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. 1 കിലോ ചിക്കന് 1/2 കിലോ ഉള്ളി, അങ്ങനെയാണ് കണക്ക്. ഇനി ചെറിയ ഉള്ളി മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കും. ഈ 2 ഉള്ളികളും ചുമന്ന മുളകും കൂട്ടി വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരയ്ക്കുക. ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി ചൂടാവാൻ വയ്ക്കുക അടുപ്പിൽ. ചീനച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് ഇരുമ്പ് ചീനച്ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലാവും കുറച്ചും കൂടി നന്നായിരിക്കുക ഉണ്ടാക്കാൻ. ഇനി എണ്ണ നന്നായി ചൂടായാൽ അരച്ച് വെച്ച ഉള്ളിയും മുളകും കൂടിയും ഈ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കുക. മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇനി ചിക്കൻ അതിലേക്ക് ഇട്ടാൽ അത് വെന്തോളും. ഇനി ഈ മസാലേനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൂക്കാൻ വെച്ച മസാല ഒരു 5 മിനിറ്റ് ഇളക്കി കൂട്ടിയ ശേഷം റെസ്റ്റ് എടുക്കാൻ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെടുത്ത് ഇതിലേക്കിടാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി യോജിപ്പിക്കുക. മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഫുൾ ഗ്യാസിൽ തന്നെ ഇരുന്ന് യോജിപ്പിക്കുക. അപ്പോഴേ അത് നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് കിട്ടുള്ളൂ. ഇനി മെയിൻ ടേസ്റ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയുണ്ടേ, ഉപ്പ്. നോക്കിയിട്ടിടണം. ചിക്കനിൽ ആദ്യം ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം പിന്നെ ഉപ്പിടാൻ. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കുക. ഇനി ഗ്യാസ് ഒരു മീഡിയം തീയിലാക്കി ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനാണല്ലോ, അത്യാവശ്യം വേവുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച ശേഷം അടപ്പ് തുറന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അധികം ആവരുത്, വരട്ടിയെടുക്കാനുള്ളതാണ് നമുക്ക്. കാരണം ചിക്കനിൽ തന്നെ വെള്ളം വരും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം. ഇരുമ്പ് ചീനച്ചട്ടിയാണ്, പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് തുറക്കുക, അടയ്ക്കുക, ഇളക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനെ വേവിച്ചെടുക്കുക. വേവിച്ച് ഒരുവിധം വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ആയിക്കൊണ്ടിരിക്കുക ഈ ചിക്കൻ. ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നന്നായി വരട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഓനിയൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണയൊക്കെ അധികം വേണ്ടവർക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് ഒന്നും കൂടി വരട്ടിയെടുക്കാം കേട്ടോ. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പം നാടനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വിഭവമാണ് കേട്ടോ അത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഓനിയൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമല്ലോ അല്ലേ. ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സ് കാണാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുതേ.
അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.